സെക്കൻഡ് കസിന് ആളിപ്പം MBBS ജോയിൻ ചെയ്തത് 2 CR കൊടുത്തിട്ടാണ് കോട്ടയിൽ. അപ്പം അങ്ങനെ പഠിച്ചിട്ട് ഒരു ROI എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളൊരു കൺസെപ്റ്റ്. സോ ഹൗ വിൽ ദാറ്റ് വർക്ക് ഔട്ട്? MBBS എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. MBBS ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ ഡിവൈൻ പ്രൊഫഷൻ ഓൾസോ. അതായത് ആൾക്കാരെ സേവിക്കാൻ വേണ്ടിയിട്ട് മാത്രം MBBS എടുക്കുന്നവർക്ക് ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, അത് പെർസ്യൂ ചെയ്യുക, നോ ഇഷ്യൂസ് ഓൺ ദാറ്റ്. പക്ഷേ ഒരിക്കലും ഒരു 2 കോടിയോ 3 കോടിയോ കൊടുത്തിട്ട് MBBS സീറ്റ് വാങ്ങുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു സർവീസ് മൈൻഡഡ് ആയിട്ടായിരിക്കില്ല അവർ ജോയിൻ ചെയ്യുന്നത്. ഇഫ് യു വാണ്ട് ടു സെർവ് ദ സൊസൈറ്റി യു വിൽ ബി ഓൾവേസ് ഇൻ ദ മെറിറ്റ് ലിസ്റ്റ്. കാരണം മെറിറ്റ് ലിസ്റ്റിലൂടെ കയറുന്നവരെ അതിന് നിൽക്കുള്ളൂ. കാരണം പൈസ കൊടുത്തിട്ട് ഞാൻ എന്തിനാ വെറുതെ സോഷ്യൽ സർവീസ് ചെയ്യുന്നത്, ആ പൈസ നേരിട്ട് പാവങ്ങൾക്കാണ് കൊടുത്താൽ പോരെ. സോ ജനറലി സ്പീക്കിംഗ് എല്ലാവരും പറയുന്ന ഒരു ക്ലീഷേ ഡയലോഗ് ഉണ്ട്, 2 കോടി മുടക്കിയിട്ട് എൻ്റെ കുട്ടിക്ക് സൊസൈറ്റീനെ സേവ് ചെയ്യണം, സൊസൈറ്റീനെ സർവ് ചെയ്യണം, അതാണ് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നത് എന്നൊക്കെ പറയുമെങ്കിലും ബാക്ക് എൻഡിൽ ദേ ആർ ഓൺലി എക്സ്പെക്ടിങ് മണി. അല്ലെങ്കിൽ ഒരു പോർഷ് ഫാമിലിയിൽ നിന്ന് ജനിക്കുന്ന ഒരാൾക്ക് അവരുടെ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ, ദാറ്റ്സ് ഓൾ. അത് മാത്രമാണ് ഒരു MBBS ഡിഗ്രി ഫോർ മീ.